എടുക്കാൻ പറ്റ. ഇതവനാണ് മഹേന്ദ്രവർമ്മ. നമുക്ക് പാതി സ്വത്ത് തരാമെന്നും നമ്മൾ അവനോടൊപ്പം നിൽക്കാമെന്നും പറയാൻ വേണ്ടി വിളിക്കാൻ. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. മിസ്റ്റർ മഹേന്ദ്രവർമ്മ. മഹേന്ദ്രവർമ്മ. ഇപ്പോൾ നീ എന്ത് പറയുന്നു? ഞങ്ങൾ വെറും വിഡ്ഢികളായ നാടകക്കാരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിഡ്ഢികളല്ലെന്ന് മാത്രമല്ല, എന്നേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ള അതിഭയങ്കരന്മാരാണ് നിങ്ങളെന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ ഞങ്ങളെ ഇനി നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ നോക്കിക്കോ, നിന്റെ ഭാര്യയെ നീ കൊന്നതാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിക്കും. എന്നാ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണ്ടേ? കേട്ടോ. അയ്യോ, അമ്മയാ? അമ്മ എങ്ങനെ അവിടെ വന്നു? എനിക്കൊന്നും അറിഞ്ഞൂടാ മോനെ. ഇവരൊക്കെ ആരാ? എന്നെ ഇവിടെ പിടിച്ചോണ്ടെന്ന് കെട്ടിയിട്ടിരിക്കുക. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഇനി പറയൂ, ഞാൻ വെറും വിഡ്ഢിയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടാ പന്നി, എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിന്നെ കുടുംബത്തോട് ഞാൻ ചുട്ടുകരിക്കും. അയ്യേ, ഞാനൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും ഈ പാവം പിടിച്ച അമ്മയെ ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഗോപാലകൃഷ്ണൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. പക്ഷെ വരുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുവരണം. അവളെ എനിക്ക് വേണം. എന്റെ പണവും വാങ്ങി എന്നെ തന്നെ ചതിച്ച ആ പഠിച്ച കളിയെ എനിക്ക് കിട്ടണം. വൈകിട്ട് ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് പോലീസിനെ അറിയിക്കുകയോ അമ്മയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗോപാലകൃഷ്ണൻ അമ്മയും തിരഞ്ഞെടുക്കണമെന്നില്ല. ഞാൻ തന്നെ അങ്ങോട്ട് എത്തിക്കാം, ശവമായിട്ട്.